ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ളൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. റവ ചപ്പാത്തിന്നോ അല്ലെങ്കിൽ റവ പത്തിരിന്നോ പറയാം. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കുക, അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റവ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ റവ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2.25 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ നമുക്ക് വറക്കുകയോ അതുപോലെ പൊടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കപ്പിനാണ് ഞാൻ 2.25 കപ്പ് റവ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഈ ഒരു കപ്പിന് 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അതായത് 3/4 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം. ആ ഒരു കണക്കിനാണ് ഞാൻ റവയും അതുപോലെ വെള്ളവും എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് റവ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് റവ ഇട്ട് കൊടുക്കുക. ഇനി കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്ന മാതിരി തന്നെയാണ് ഇതും ചെയ്യുന്നത്. റവ ഒന്ന് വെന്ത് വരണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ഇവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടെ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത്യാവശ്യം ചൂടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് ഓരോ ബോളുകളാക്കി എടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ബോളുകളാക്കി എടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. പരത്താൻ വേണ്ടി കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന മാതിരി ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതി. അത് വളരെ ഈസിയാണ്. പത്തിരി പ്രസ്സിൻ്റെ 2 സൈഡിലും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് സാധാരണ നമ്മൾ പത്തിരിയൊക്കെ പ്രസ് ചെയ്തെടുക്കുന്ന മാതിരി അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ ഇതുപോലെ പരത്തിയെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പത്തിരി പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കുക ചെയ്തത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ റവ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈഡ് വശമൊക്കെ ഒരു ഷേപ്പില്ലാതെ വന്നിരിക്കുന്നത് റവ ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരടപ്പോ അല്ലെങ്കിൽ ഒരു റിങ്ങോ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് വീണ്ടും നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ റവ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പൊന്തി വരും. സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന മാതിരി തന്നെ. അപ്പോൾ അടുത്ത ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.